ഒന്ന് കൊറിന്തോസ് 10:13. ഏത് പ്രലോഭനം വന്നാലും അതിനെ തടുക്കാനുള്ള ശക്തി നിങ്ങൾക്ക് താന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് കൃപകളെല്ലാം അറിയാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ബുദ്ധിയിലല്ല കൃപകളിൽ, ആത്മാവിലാണ്. സത്യത്തിലും ആത്മാവിനെ ദൈവത്തെ ആരാധിക്കണമെന്ന് യോഹന്നാൻ 4:23-24 ഈശോ സമരിയാക്കാരെ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. ഇതാണ് ഏറ്റവും വലിയ രഹസ്യം. അതുകൊണ്ടാണ് നാം ആരാധിക്കുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ വെച്ചുണ്ടാക്കണമല്ല. റോമ 12:1 നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഈ വിശുദ്ധ എല്ലാ വിശുദ്ധരും വിശുദ്ധീകരണമാണത്. നിങ്ങളും എല്ലാം വിശുദ്ധി വരും. ജ്ഞാനം 6 11 വിശുദ്ധമായ വിശുദ്ധിയോടെ വിശുദ്ധരാകണം. നാം വിശുദ്ധരാണ് അല്ലയോ? പറയാമോ? പറയാം. അല്ലയോ? പേടിയാണ്. 1, 10, 2, 9, 10 നാം വിശുദ്ധജനമാണ്. അത് പറഞ്ഞു പഠിക്കണം. പറയാം. നാളെ ഇതിലേക്ക് വരുമോ? വിശുദ്ധജനമാണ്. വചനം വരുമ്പോൾ നിങ്ങൾ വിശുദ്ധരായി. യോഹന്നാൻ 10:34-35 ആരുടെ ഇടത്തിലോട്ട് വചനം വരും അവനൊക്കെ കൊച്ചു ദൈവങ്ങളായി. യോഹന്നാൻ 2:14 വചനം നിങ്ങൾ വരുമ്പോ നിങ്ങൾ ശക്തരാണ്. നിങ്ങൾ ശത്രുവിനെ വിശ്വാസത്തിനെ കരുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ യേശുവിനെ നാമം പറയുന്നില്ലോ. അതുകൂടി വേണ്ടത് കൈ നോക്കിയാൽ മതി. അപ്പത്താകട്ടോ ഞാനെന്താ പ്രവർത്തിക്കുന്നു? ധൈര്യമായിട്ട് തോന്നും. അല്ല, വചനമാണ്. വചനത്തിന്റെ ശക്തിയാണ്. ഇത് മറ്റുള്ളവർ മനസ്സിലാകുന്നില്ല. അവർ വിചാരിക്കുന്നത് ആര് കൊടുത്ത് എവിടെ കൊടുക്കുന്നതൊക്കെ. അത് ഈശോയുമായിട്ടുള്ള ബന്ധമാണ്. നമ്മുടെ 1 കൊറിന്തോസ് 1:9 യേശുവായിട്ട് അഗാധ ബന്ധം നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ ആദ്യത്തെ ഭർത്താവിനോടൊന്ന് കൂടുതൽ അടുത്ത്, അപ്പോൾ ഈശോ കൂടുതൽ വരും. ഭാര്യ ഭർത്താവ് 2ആണോ 1ആണോ? 2ആണ്. അറിയാം. ചില നാൾ 2ആയിട്ടാണ് വെച്ചിരുന്നത്. അതൊക്കെ പലതും മറച്ചു വെച്ചുകൊണ്ടല്ലേ ഭർത്താവിനെ പോകണം. ഭർത്താവും മറച്ചു വെക്കുള്ളതെല്ലാം. അറിയാം. ഉടനെ ആരവിടെ വരും? യോഹന്നാൻ 10:10 സാക്ഷ്യം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് വീട്ടില്. സാക്ഷ്യം വന്നാൽ ഉടനെ ഭവനം നശിക്കുകയാണ്. ലൂക്കാ 15:17 മത്തായി 12:25 അന്തരീക്ഷത്തിലുള്ള ഭവനം നശിച്ചു പോകും. അന്തരീക്ഷത്തിലുള്ള രാജ്യം നശിക്കും. നല്ലതിനെ ചിന്തിക്കും. അവൻ നുണയാണ്. യോഹന്നാൻ 8:44 നുണ മാത്രമേ പറയുള്ളൂ. ദൈവത്തിന്റെ എല്ലാ ഡെഫിനിഷൻ ഞാനിന്റെ ഡെഫിനിഷൻ അതാണ് പുതിയ ഏറ്റവും നല്ല ഡെഫിനിഷൻ ബൈബിളിൽ. അവന്റെ പ്രവർത്തനം എങ്ങനെയാണ്? അവനെ ആരിലും കയറും. എല്ലാവരിലും വരുവാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ 6:18 എതിരായത് നിങ്ങൾ രക്ഷപ്പെടാവില്ല. ഇതാണ് റോമ 12:12 പ്രാർത്ഥന ശ്രദ്ധയുള്ളവരായിരിക്കണം. പ്രാർത്ഥിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് അപ്പോൾ പ്രഭാഷണം 14 എഴുന്നേറ്റ് ഉടനെ റോമ 4:20 കൈകൊട്ടി തുടിക്കണം. തുടിക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. ഇങ്ങനെ തുടിക്കുമ്പോൾ മറ്റു ദൈവ ഭാഷാപരത്തിലായി ഭാഷാപരം വരുമ്പോഴാണ് നമ്മുടെ സ്വന്തം ആത്മാവിന് ശക്തി വരണം. അല്ലെങ്കിൽ ആത്മീയ ശക്തി ഉണ്ടായാലും ഇങ്ങനെ ബുദ്ധിയിൽ നടക്കും. എല്ലാവരും കാണുന്ന ബുദ്ധിയിലായിരിക്കും. ഇത് കുറെ പണം ഉണ്ടെങ്കിൽ ആ പണത്തിലേ കാണുള്ളൂ. കണ്ടോ? ആദ്യം ചോദിക്കുന്ന എത്ര ഏക്കർ സ്ഥലം കേട്ടിട്ടുണ്ടോ? അതെന്താണ്? വലിയ അവന് 1000 ഏക്കർ പറഞ്ഞാൽ പുറത്തുനിന്ന് അത്രയോളം കിട്ടുള്ളൂ. വചനോട്ടൊക്കെ പറഞ്ഞല്ലോ അവന് വിലയില്ല. അതാണ് അവൻ ആത്മാവിലല്ല. അങ്ങനെയുള്ളവർ മരിക്കുമ്പോഴാണ് പിന്നാറ്റിന് വലിയ ഇഷ്ടം. വേഗം യാക്കോബ് 4:5 ആത്മാവിനാണ് പിശാചിന് ആവശ്യം. ദൈവത്തിന് അത് തന്നെയാണ് ആവശ്യം. ഈശോ വന്ന എന്തിനാണ്? ഭാഗ്യത്തേക്കാണ്. മത്തായി 9:12 ഇതുകൊണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യക്കാണ് ഏറ്റവും കൂടുതൽ കൃപ കൊടുക്കുന്നത്. റോമ 5:20 പാപത്തിന് മുകളിലാണ് കൃപ. അതുകൊണ്ട് ഇപ്പൊ ചിലരൊക്കെ പാപം ചെയ്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഇഷ്ടംപോലെ പാപം ചെയ്തോട്ടാണ്. മടങ്ങി വരുമ്പോഴോ നിങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മത്തായി 19:30
മത്തായി 20:14 മുമ്പം പെമ്പും ഇമ്പം പുറകെയും വരും. അന്ന് വായിച്ചപ്പോൾ ഏതാണെന്ന് അറിയാമോ? സകല നീതിക്കും എതിരായവനെ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, ദൈവത്തിന്റെ നേർവഴികൾ ദുഃഖിപ്പിക്കുന്നതിൽ നിന്ന് വിരമിക്കുകയില്ല. സകല വഞ്ചനത്തെയും സകല നിർവഹിക്കുകയും എല്ലാം ഇവൻ അറിയണമെങ്കിൽ കൃപ വേണം. അല്ലെങ്കിൽ വിചാരിച്ചില്ല എവിടെയും ചോദിച്ചു പറയും. ആൾക്കാർ പേടിക്കുന്നു. അതൊരു കവളതയാണ്. യേശു പറയാതിരിക്കാൻ ഒരു വഴിയാണ്. വചനം ആർക്കും മുളച്ചടിച്ച് 2 പത്രോസ് 1:20-21. അതുകൊണ്ടാണ് മനസ്സാന്നില്ലാത്തത്. ഈശോയെ അതുപോലെ നാം സ്വീകരിക്കണം. പാപബോധം, പശ്ചാത്താപം, അപ്പത്തരബോധം 2:37-40 വനത്തില് യഹൂദര് പത്രോസിനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തലിക്കുക, പാപബോധം വരിക, പശ്ചാത്തലമല്ല ആവശ്യം നേരത്തിന്. നിങ്ങളുടെ പൂർണ്ണ ഹൃദയമാണ് നമ്മുടെ 12:13 പൂർണ്ണ ഹൃദയം. ആ ഹൃദയം വിഭജിച്ച ഹൃദയം വേണ്ടെന്ന് പറയുന്ന ആളാണ്. പൂർണ്ണമായിട്ട് വേണം കർത്താവിന് കൊടുക്കാനായിട്ട്. പക്ഷേ നിൽക്കരുത്. വിശ്വാസം, ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആദ്യം വിശ്വാസം വരേണ്ടത്. ചിലർ പറയും വിശ്വാസമല്ല, നമുക്ക് പ്രവൃത്തിയാണ്, നമുക്ക് അവിടെയാണ്. പ്രവൃത്തിയല്ല, വിശ്വാസമാണ്. റോമർ 11:1-10 നിദ്രാവിഷയം ആത്മാവായിരിക്കും പ്രവർത്തിച്ചു നടക്കുന്നവരുടെ. പ്രവൃത്തിയല്ല, വിശ്വാസമാണ് ആദ്യം വരേണ്ടത്. അതുകൊണ്ടാണ് ആരിലെ വിശ്വാസം വരുന്ന അവിടെ ഉടനെ ദൈവമാകാനും മകളുമാകുന്നത്. യോഹന്നാൻ സുവിശേഷം 1:13. ഇതുകൊണ്ടാണ് റോമർ 9:30-83 വിശ്വാസത്തിൽ കൂടിയാണ് നീതീകരിക്കുന്നത്. ഏറ്റവും പ്രധാന വിശ്വാസമാണ്. യാക്കോബ് എല്ലാവർക്കും വിശ്വാസം കേട്ടോ. വിശ്വസിച്ചു കഴിഞ്ഞാൽ വചനം കേൾക്കുമ്പോഴാണ് യേശുവിനുള്ള വിശ്വാസം വരുന്നത്. എല്ലാ വിശുദ്ധരും വചനം കേൾക്കാൻ വന്നത്. അത് ഏറ്റവും കൂടുതൽ വചനമാണോ ചെയ്യാനിരിക്കുകയാണ് ഹൃദയത്തില്. വചനം കേൾക്കുമ്പോൾ കൂടുതൽ വചനം വരുമ്പോൾ നിങ്ങൾ ആത്മീയ ശക്തിയാകുന്നു. 2 തിമോത്തി 1:7 നിങ്ങൾ ആത്മാവിന് ശക്തി കൂടും. ഭയം വരുന്നത്, ഭീഷ്ടം വരുന്നത് വചനം ഇല്ലാത്തതുകൊണ്ടാണ്. 1 യോഹന്നാൻ 5:12 യേശുവില്ലെങ്കിൽ മരിച്ച അവസ്ഥയിലായിരിക്കും, പേടിയായിരിക്കും. എന്ത് സംഭവിക്കും? നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്. കൂടുതൽ പാപത്തിൽ നിന്ന് വിട്ടുവരാൻ പ്രാർത്ഥിക്കാൻ യോഹന്നാൻ 9:31 ഭാവിയുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. അതാണ് യേശയ്യ 59:1-8 വനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണം. യേശയ്യ 1:22-25 വനത്തിൽ കളങ്കവും കറയില്ലാതെ ആക്കി മാറ്റം നമ്മുടെ ദൈവം. ഗുണാശക്തി പോലും എടുത്ത് കളയും. ഇതിന്റെ പ്രവാചകന്റെ പുസ്തകത്തിന് 24:9-14 ഇതാണ് ഈ ശുദ്ധീകരണം. വചനം കൊണ്ടാണ് ശുദ്ധീകരിക്കുന്നത്. യോഹന്നാൻ 3:3-3:5 വീണ്ടും ജനനം. അതാണ് ഈ കുമ്പസാരങ്ങളെല്ലാം, കുടാശകളെല്ലാം നല്ല പൂർണ്ണ കുമ്പസാരം കഴിച്ച് വീണ്ടും കുമ്പസാരിച്ച് വരുമ്പോൾ ഇതിന് ഈ സഭയെ ഉണ്ടാക്കി മതത്തിൽ കൊടുക്കുന്നതാണ്. ഇത് വിശുദ്ധരാണ്. വിശുദ്ധികൾ വന്നാൽ മാത്രമേ സഭയുള്ള അല്ലെങ്കിൽ സഭവോ. അതുകൊണ്ടാണ് മാവില്ലായിരുന്നെങ്കിൽ ഇത് എവിടെ ഉണ്ടായിരുന്ന നമ്മളുണ്ടാവും. അതിനാണ് സെൻട്രോളിനെ കൊണ്ടുവന്നത്. ഒക്കെ തീർച്ചയായിട്ടും എല്ലാം തമ്മിൽ. അതുകൊണ്ട് ദൈവം ഓരോരോ പ്രവാചകന്മാരെല്ലാം അയക്കുന്നത് സംസാരിക്കുന്ന അവരിൽ കൂടി. മത്തായി 10:20 ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കും. ആ ജ്ഞാനം തന്നെ ദൈവം. ജ്ഞാനം 21:14-15 വാക്യത്തില് ദൈവത്തിന്റെ ആത്മാവും ജ്ഞാനത്തിന്റെ ആത്മാവും ജ്ഞാനമാണ് ഞങ്ങൾ കൂടി സംസാരിക്കുന്നത്. ഇതുകൊണ്ടാണ് ജ്ഞാനവും പരിശുദ്ധാരിയും ഇല്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ എങ്ങനെ അറിയുമെന്നാണ് ജ്ഞാനം 9:16-19 വേണം. ഞാൻ അന്ന് ചോദിച്ച പോലെ നിങ്ങൾക്ക് എങ്ങനെ താഴെയുണ്ടെന്ന് പറയാൻ പറ്റുമോ? എത്ര മക്കളുണ്ടെന്ന് പറയാം. എത്രയാണ് ലോകത്തിന്റെ കാര്യം അറിയാൻ ഇത്ര ബുദ്ധിമുട്ട്. പിന്നെയാണ് ദൈവീയ കാര്യങ്ങൾ അറിയുന്നത്. ദൈവീയ കാര്യങ്ങൾ അറിയുന്നത് ദൈവത്തിന്റെ ആത്മാവ് തമ്മിൽ വരണം. പക്ഷിക്കാർ വന്നിങ്ങനെ കൊണ്ടു പോയാൽ പോലെ അതവിടെ മാത്രം അർപ്പിക്കണം.
യോഹന്നാൻ 14:23 പറയുന്നത് കൽപ്പനകൾ പാലിക്കുകയാണ് ഏറ്റവും പരമപ്രധാനം. 1 കൊരിന്ത്യർ 7:19 ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കും, വെയിറ്റ് ചെയ്യണം. കൽപ്പനകൾ പാലിക്കുന്നവർക്കാണ് എല്ലാം ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. യോഹന്നാൻ 14:21 ആരും പഠിപ്പിക്കുന്ന അവസാന നാളുകളിൽ ജർമ്മിയ പ്രവാചകൻ 31-34 എല്ലാവരും ആരും പഠിപ്പിക്കാൻ നടക്കുന്നത് നിങ്ങൾ എല്ലാം ആവശ്യിച്ചു വരും, എല്ലാം പൂർണ്ണം ദൈവം തന്നെ പറഞ്ഞു.